എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 47 ശ്ലോകം 57, 58, 59, 60 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ഗോപസ്ത്രീകളുടെ നിഷ്കളങ്കമായ അചഞ്ചലമായ ശ്രീകൃഷ്ണ ഭഗവാനുള്ള ഭക്തി കണ്ടിട്ട് ഉദ്ധവൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. ഇതുപോലുള്ള ഒരു ഭക്തി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഉദ്ധവൻ വിചാരിക്കണം, അവരെ നമസ്കരിക്കണം. അടുത്ത ശ്ലോകങ്ങളില് ആ ഗോപസ്ത്രീകളുടെ മഹിമയെ പറ്റി അത് വിസ്തരിച്ചു പറയണം ഉദ്ധവൻ. അവരെ ഗോപികളുടെ മഹാത്മ്യം അടുത്തടുത്ത് പറയണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 57. ദൃഷ്ട്വൈവമാദിഗോപീനാം കൃഷ്ണാവേശാത്മവിക്ലവം ധവ പരമപ്രീത നമസ്യൻ ഇതം ജഗം. ഇങ്ങനെ കുറെ അധികം ദിവസങ്ങള് ഉദ്ധവൻ അവരുടെ കൂടെ താമസിച്ചു. ഗോപികളോടുകൂടി പല സ്ഥലങ്ങളില്, അനേകം സ്ഥലങ്ങളില് സഞ്ചരിച്ചു. ഇപ്പോഴൊക്കെ അവരുടെ ആ കൃഷ്ണഭക്തി നിമിത്തമുള്ള മനസ്സിന്റെ പാരവശ്യം കണ്ടിട്ട് പരമ സന്തുഷ്ടനായി, അത്ഭുത സ്തബ്ധനായി ഉദ്ധവൻ. ഇവരെയാണ് നമസ്കരിക്കേണ്ടത്. നമ്മുടെ ക്ഷത്രിയനല്ലേ ഉദ്ധവൻ? ഉത്തമ ക്ഷത്രിയനായ താൻ ഈ വൈശ്യകുല ജാതകളായ ഗോപികളെ നമസ്കരിക്കുന്നത് ശരിയാണോ, ഉചിതമാണോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ആ ശങ്ക പരിഹരിക്കാനായിട്ട് ആ ഗോപികളുടെ മഹാത്മ്യത്തെ കുറിച്ച് അങ്ങനെ കീർത്തനം ചെയ്യണം ഉദ്ധവൻ. ഗോകുലത്തിൽ ഇരുന്ന കാലത്ത് ഗോപസ്ത്രീകളുടെ ഭക്തി ദർശനം നിമിത്തം അവരിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടും കേൾക്കാത്ത വിധത്തിലും കേൾക്കുമ്പോഴും കേൾക്കാത്ത സമയത്തും ഒക്കെ ഉദ്ധവൻ എല്ലാ ദിവസവും അങ്ങനെ അവരുടെ ആ മഹാത്മ്യത്തെ പറ്റി ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ഗോപി മഹാത്മ്യ കീർത്തനം അങ്ങനെ ഉദ്ധവൻ രചിച്ചു. അങ്ങനെ 6 ശ്ലോകങ്ങൾ കൊണ്ട് ഉദ്ധവൻ ഗോപികളുടെ മഹാത്മ്യം പറയുന്നു. ഏതാ പരം തനുകൃതോ ഭുവി ഗോപവദ്ധോ ഗോവിന്ദയേവ നിഖിലാത്മനിരൂഢഭാവ വാഞ്ചന്തി യൽഭവഭിയോ മുനയോ വയം ച കിം ബ്രഹ്മജന്മഭി അനന്തകഥാരസസ്യ. ഈ ഗോപസ്ത്രീകൾ തന്നെയാണ് ഭൂമിയില് ദേഹധാരണം ചെയ്തവര്. എന്ന് വെച്ചാലോ, എത്രയോ പേര് ശരീരം എടുത്തിട്ട് ഈ ലോകത്തിലുണ്ട്. അപ്പൊ ശരീരം എടുത്തതിന്റെ പൂർണ്ണ ഫലം അനുഭവിച്ചവര് ഈ ഗോപസ്ത്രീകളാണ്. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ പരമപ്രേമം സർവാത്മാവായിരിക്കുന്ന ശ്രീ ഭഗവാനിൽ, ഗോവിന്ദനിൽ ഉറച്ചിരിക്കുന്നു. ഒരു മരത്തിന്റെ വേരിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ സകല ശാഖകളും തളിർക്കുന്നത് പോലെ സർവാത്മാവായ ശ്രീകൃഷ്ണനെ സർവാത്മനാ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പരമാനന്ദാനുഭവം സിദ്ധിച്ച് ജന്മസാഫല്യം ഭവിക്കുള്ളൂ. ശ്രീകൃഷ്ണ സ്നേഹം കൊണ്ട് മാത്രം ജന്മസാഫല്യം എങ്ങനെ ഉണ്ടാകുമെന്ന് ഒട്ടും ശങ്കിക്കേണ്ട. സംസാരം ദുഃഖാസ്പദമാണെന്ന് അറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുപോവാൻ ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കളും സർവ്വ വിഷയങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവത്പാദ പങ്കജത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മഹർഷിമാരും എന്നെ പോലെയുള്ള ഭക്തന്മാരും ശ്രീകൃഷ്ണനിൽ പരമപ്രേമം ഉറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരൊക്കെ ആഗ്രഹിക്കുന്ന ആ ഭഗവത് പരാനുരാഗം ഈ ഗോപികൾക്ക് സിദ്ധമായിരിക്കുന്നതുകൊണ്ട് ഇവരുടെ ജന്മം സഫലം തന്നെ. എന്നാൽ ഇവര് സ്ത്രീകളല്ലേ. അതാണ്, സ്ത്രീകളെ എപ്പോഴും ജന്മം കൊണ്ട് നികൃഷ്ടരായിട്ടാണ് കണക്കാക്കുക. പുരുഷ ജന്മമാണ് അത്ര ഏറ്റവും ഉത്കൃഷ്ടം. ജന്മം കൊണ്ടുള്ള നികൃഷ്ടത പോകുമോ എന്ന് അതാണ് അതിൽ പറയുന്നത്. ആദ്യന്തരഹിതനായ ഭഗവാന്റെ കഥകളിൽ രസമുള്ളവനും ഇല്ലാത്തവനും ബ്രാഹ്മണ കുലത്തിലെ ശൗക്ലം, സാവിത്രം, യാജ്ഞികം എന്ന 3 വകുപ്പിൽ വെച്ച് ഏതു വിഭാഗത്തിലുള്ള ജന്മം സിദ്ധിച്ചാലും എന്താ ഫലം? ഒരു ഫലവുമില്ല. ഭഗവത്പാദ ഭക്തി ഇങ്ങനെ ഉറച്ചിരിക്കുന്നവര് ഏതു കുലത്തിൽ ജനിച്ചാലും വിരോധമില്ല. അവര് തന്നെയാണ് സർവോത്തമന്മാര്. ഭഗവത് ഭക്തി ഇല്ലാത്തവര് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാലും കേവലം കുലമഹിമ കൊണ്ട് അവരുടെ ജന്മം കൃതാർത്ഥമായിട്ട് ഭവിക്കണമെന്നില്ല. അതിനാല് ഇവര് വൈശ്യകുലത്തിൽപ്പെട്ടവരായാലും സ്ത്രീകളായാലും യാതൊരു ദോഷവുമില്ല. പരമപാവനകളും വന്ദിക്കാൻ യോഗ്യകളും കൃതാർത്ഥ ജന്മാക്കളുമായി ഭവിച്ചിരിക്കുന്നു ഈ ഗോപസ്ത്രീകള്. അല്ലെങ്കിൽ ഈശ്വരകഥയിൽ അരസികനായവൻ ബ്രഹ്മാവിന്റെ ജന്മം സിദ്ധിച്ചവനായാലും എന്താ ഫലം? ക്വേമാ സ്ത്രീയോ വനചരീർവ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വചൈഷ പരമാത്മനി രൂഢഭാവ
നന്നീശ്വരോനുഭജതോ വിദുഷോവി സാക്ഷാൽ ശ്രേയസ്തനോത്യഗതരാജ ഭൂപയുക്തം. ധർമ്മതത്വം അറിഞ്ഞവരാണ് ഞങ്ങൾ എന്ന് അഭിമാനിക്കുന്ന ചിലര് ചെയ്യുന്ന ആക്ഷേപം എടുത്തു കാണിച്ച് അവരുടെ അഭിപ്രായം തെറ്റാണെന്ന് ഉറപ്പിച്ച് ഭക്തിയുള്ളവർ ആരായാലും വേണ്ടില്ല, അവർ പൂജ്യന്മാര് തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് ഇതാ ഉദ്ധവൻ. അവര് പറയാണ്, അതെ ഈ ഗോപസ്ത്രീകള് പരമധന്യകൾ എന്ന് പറഞ്ഞതൊന്നും ശരിയല്ല. ഒന്നാമത് ഇവരുടെ വാസസ്ഥാനം കാടാണ്, സ്ഥാനം കൊണ്ട് ദുഷിച്ചവരാണ്. പിന്നെ തന്റെ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് രതിയാശ കൊണ്ട് ശ്രീകൃഷ്ണനെ സേവിച്ചവരാണ് ഇവര്. അപ്പൊ ഇവർക്ക് വ്യഭിചാരം എന്ന അന്യായ പ്രവൃത്തി കൊണ്ടും ദുഷിച്ചവരാണ് ഈ ഗോപസ്ത്രീകള്. സ്ത്രീത്വം സ്വതേ തന്നെ നികൃഷ്ടാണ്. അതിനാൽ ഇവര് എത്രയോ താണ നിലയിലുള്ളവരോ. പരമാത്മസ്വരൂപനായ ശ്രീകൃഷ്ണനിൽ മുമുക്ഷുക്കളും മുനികളും ഭക്തന്മാരും വെച്ചിരിക്കുന്ന പരമപ്രീതിക്കും രതിസുഖപ്രദൻ എന്ന ഭാവത്തോടെ ഗോപികൾ വെച്ചിരിക്കുന്ന പ്രീതിക്കും വളരെ അന്തരമുണ്ട്. അതുകൊണ്ട് ഇവരെ ധന്യകളെന്നൊന്നും ഗണിക്കാൻ പാടില്ല എന്ന് പറയുന്ന അവരെ പറ്റിയിട്ട് അതൊക്കെ നിരസിക്കത്തക്കതാണ്. ഇതൊന്നും ശരിയല്ല എന്നാണ് ഉദ്ധവൻ പറയണത്. എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ സർവസമർത്ഥനാണ്. ഈശ്വര മഹിമ അറിയാത്ത ഒരാള് ഭജിച്ചാലും ഈശ്വരൻ അവന് പരമശ്രേയസ് നൽകും. ഭഗവാൻ അവർക്ക് പരമശ്രേയസ് തന്നെ നൽകും, അറിയാണ്ട് ഭജിച്ചാലും. ഔഷധങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ അമൃതം മുതലായ ഔഷധങ്ങളുടെ ആ വിശേഷ ഗുണം അറിയാതെ സേവിച്ചാലും ആ ഔഷധം സേവിച്ചവന്റെ രോഗം നശിപ്പിച്ച് ആരോഗ്യം ജനിപ്പിക്കുന്നുണ്ടല്ലോ. പദാർത്ഥ മഹിമ അറിഞ്ഞവരെയും അറിയാത്തവരെയും അത് ഒരുപോലെ ബാധിക്കുന്നത് സാമാന്യ നിയമമാണ്. ജഡപദാർത്ഥമായ ഔഷധത്തിനു കൂടി ഇത്ര ശക്തി ഉണ്ടെങ്കിൽ പരമാർത്ഥ ജ്ഞാനസ്വരൂപനായ ഈശ്വരന് തന്നെ ഭജിക്കുന്നവരെ പരിശുദ്ധരാക്കി തീർക്കാൻ കഴിയില്ലേ? എന്നാലോ ഈ ഗോപികളോ കൃഷ്ണ മാഹാത്മ്യം അറിയാത്തവരൊന്നുമല്ല. പാതിവ്രത്യ ദോഷ ലേശ സ്പർശം കൂടി അവർക്കില്ല. ഭഗവത്പാദ സ്പർശ നിമിത്തം പരിശുദ്ധമായ ആ വൃന്ദാവനത്തിലുള്ള വൃക്ഷാദികൾ കൂടി ധന്യങ്ങൾ എന്ന് ശ്രീശുക ബ്രഹ്മർഷി കൂടി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അത്ര മഹിമയുള്ള ഈ വൃന്ദാവനം വാസസ്ഥാനമായിട്ടുള്ള പരമഭക്തകളായ ഗോപികൾ നിന്ദ്യകൾ എന്ന് പറയുന്നതായാൽ അത് മഹാസാഹസം തന്നെ എന്നാണ് ഉദ്ധവന്റെ അഭിപ്രായം. കൃഷ്ണനിൽ വെച്ചിരിക്കുന്ന ഇവരുടെ പരമപ്രേമത്തിന്റെ മഹാത്മ്യം എവിടെ? ഇവരെ വ്യഭിചാര ദുഷ്ടകൾ എന്ന് പറയുന്ന ആ വാദത്തിന്റെ അന്ന് വാദിക്കുന്നവരുടെ ആ അവിവേകം എവിടെ? അവർക്ക് ഇതിനെപ്പറ്റി ഇവരെ വ്യഭിചാര ദുഷ്ടകൾ എന്ന് പറയുന്ന ആ വാദം വെറും അവിവേകം കൊണ്ട് മാത്രം പറയുന്നതാണ്. ഇത് രണ്ടിനും തമ്മിൽ വളരെ അന്തരമുണ്ട്. ശ്രീകൃഷ്ണനെ ആശ്രയിച്ചതായ ആ രാഗവൃത്തിയുടെ ദോഷാംശം എത്രയോ ദൂരെ പോയിരിക്കുന്നു. സ്ത്രീത്വം സ്വദേഹീനമൊന്നുമല്ല. ശ്രീദേവി സ്ത്രീയല്ലേ, എല്ലാവരാലും ഉപാസ്യയല്ലേ. സ്ത്രീത്വം പുംസ്ത്വം എന്നൊക്കെ പറയുന്നത് ദേഹധർമ്മമാണ്. ഇതിന് സ്വതേ നികൃഷ്ടതയോ ഉത്കൃഷ്ടതയോ ഒന്നുമില്ല. ഗുണഭേദ നിമിത്തം ഉത്കൃഷ്ട നികൃഷ്ടരാകുന്നു എന്നതേ ഉള്ളൂ. അത് രണ്ടുപേർക്കും തുല്യം തന്നെയാണ്. ഭക്തി പുനാതിമനിഷ്ഠ ശുഭാഗാനവി, എന്നിലുള്ള ഭക്തി ചണ്ടാളന്മാരെയും പരിശുദ്ധരാക്കുന്നു എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ ഗോപികൾ പരമധന്യകൾ തന്നെ എന്ന് ഉദ്ധവൻ ഉറപ്പിച്ച് പറയാണ്. നായം ശ്രീയോങ്കൗ നിതാന്തരതേ പ്രസാദ സ്വര്യോഷിതാം നളിനഗന്ധരുജാം കുതോന്യാ രാസോത്സവേസ്യ ഭുജദണ്ഡഗൃഹീതകണ്ഠലബ്ധാശിഷാം യൗദഗാൽ രജസുന്ദരീണാം. ഗോപികളില് ഭഗവാൻ കാട്ടിയ ആ അനുഗ്രഹം അത്യന്തം അപൂർവമാണ് എന്ന് പറഞ്ഞിട്ടിതാ അവരുടെ ഭാഗ്യാതിശയത്തെ അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് പറയാണ് ഉദ്ധവൻ. രാസലീല ചെയ്ത അവസരത്തില് ഭഗവാൻ തന്റെ ഭുജദണ്ഡങ്ങൾ ഇരുഭാഗത്ത് നിൽക്കുന്ന ആ വ്രജസ്ത്രീകളുടെ കണ്ഠത്തിൽ അർപ്പിച്ചതിനാൽ അവരുടെ സർവാഭിഷ്ടവും അവർക്ക് അപ്പോൾ സാധിച്ചു. ഒരേ സമയത്തിൽ എല്ലാ ഭക്തകളെയും ഈ വിധം ആനന്ദിപ്പിച്ചു. ഭഗവാന്റെ കൈകള് ഇരുഭാഗത്തും നിൽക്കുന്ന ആ സ്ത്രീകളുടെ രണ്ടു ഭാഗത്തും, ഭഗവാൻ നടുക്ക് രണ്ടു ഭാഗത്തും നിൽക്കുന്ന ആ സ്ത്രീകളുടെ കഴുത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ട് അവരുടെ എല്ലാ ആഗ്രഹവും കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. അവരെ ആനന്ദിപ്പിക്കുക, ആനന്ദത്തിന്റെ ആ അത്യുന്നത്തിൽ എത്തിച്ചു അല്ലെ ആ ഗോപസ്ത്രീകളെ. ഇപ്രകാരമുള്ള ആ ദൃഢ ആലിംഗന സുഖം താമരപ്പൂ പോലെ സൗരഭ്യവും സൗന്ദര്യവുമുള്ള
പരമസുന്ദരികളായ അപ്സര സ്ത്രീകൾക്ക് പോലും സിദ്ധിച്ചിട്ടില്ല. മാറിടത്ത് നിന്ന് പിരിയാതെ പരമപ്രീതിയോടെ ഇരിക്കുന്ന ശ്രീദേവിക്കും പോലും കിട്ടിയിട്ടില്ല. പിന്നെ മറ്റു സ്ത്രീകൾക്ക് സിദ്ധിച്ചിട്ടില്ലെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബ്രഹ്മാദി ദേവന്മാർ പൂജിക്കുന്ന ലക്ഷ്മി ദേവിയേക്കാളും വൈകുണ്ഠത്തിൽ വസിക്കുന്ന ദേവസ്ത്രീകളെക്കാളും ധന്യകളാകുന്നു ഈ വ്രജസ്ത്രീകൾ. അതാണ് ഉദ്ധവൻ പറഞ്ഞതിന്റെ സാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.